കോഴിക്കോട് DMO കസേര തർക്കത്തിൽ വീണ്ടും ട്വിസ്റ്റ്. ഡോക്ടർ എൻ രാജേന്ദ്രൻ DMO ആയി തിരിച്ചെത്തും. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണിത്. DMO ആരെന്ന 2 ദിവസത്തെ നാടകീയതകൾക്കൊടുവിൽ ഡോക്ടർ ആശാദേവി സ്ഥാനമേറ്റെടുത്തിരുന്നു. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, കസേര തർക്കത്തിനൊരു അവസാനമായോ? ഗോകുൽ, അങ്ങനെ വേണം കരുതാൻ. കോഴിക്കോട് DMO ആയി ഡോക്ടർ എൻ രാജേന്ദ്രൻ തിരിച്ചെത്തുന്നു. ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇപ്പോൾ കാണുന്ന DMO ഓഫീസിൽ, ഈ DMO ഓഫീസ് മുറിയിൽ 2 പേർ ഒരുമിച്ച് DMO കസേരയിൽ എത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ സംഭവം എന്നത് ഡിസംബർ 9-നായിരുന്നു ആരോഗ്യ വകുപ്പ് ഒരു ഉത്തരവിറക്കിയത്. ആ ഉത്തരവ് പ്രകാരം ഡോക്ടർ ആശാദേവി കോഴിക്കോട് DMO ആയിട്ട് ചുമതലയേൽക്കുന്നു. തുടർന്ന് ഈ ഒരു ഉത്തരവിനെതിരെ നിലവിലുണ്ടായിരുന്ന DMO ആയിരുന്ന ഡോക്ടർ എൻ രാജേന്ദ്രൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു. അദ്ദേഹത്തിന് അനുകൂല ഉത്തരവുണ്ടാവുന്നു. ആ അനുകൂല ഉത്തരവിനെ തുടർന്ന് അദ്ദേഹവും ആ അനുകൂല ഉത്തരവുമായി ഈ ഓഫീസിലെത്തുന്നു. ഇവർ 2 പേരും ഒരേ സമയം തന്നെ ഓഫീസിലെത്തി മുഖാമുഖമായി ഇരിക്കുകയായിരുന്നു. വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു. കാരണം ഒരു DMO ഓഫീസിൽ 2 DMO മാർ, അതായത് കസേരക്കളി തന്നെ. അതിനെ തുടർന്ന് വീണ്ടും ആശാദേവി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയുണ്ടായി. ഈ ആശാദേവി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതിനെ തുടർന്നായിരുന്നു നിലവിൽ എന്താണോ സർക്കാർ ഉത്തരവുള്ളത് ആ ഉത്തരവ് നടപ്പാക്കണം ഒരു ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം തന്നെ കൃത്യമായി തന്നെ എന്താ ഈ DMOമാരെ സ്ഥലമാറ്റം നടപ്പാക്കിയ ആളുകളുടെ വേർഷൻ, അവർക്ക് എന്താണ് പറയാനുള്ളത്, അവരുടെ കാര്യങ്ങൾ ഒന്നും ആലോചിക്കാതെയാണ് സർക്കാർ ഇത്തരം ഉത്തരവ് ഇറക്കിയെന്ന ഒരു രൂക്ഷ വിമർശനവും ട്രൈബ്യൂണലിൻ്റെ ഭാഗത്തുണ്ടായി. അങ്ങനെ 20-ാം തീയതി ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരമായിരുന്നു ആശാദേവി വീണ്ടും ഇവിടെ എത്തി ചുമതലയേൽക്കുകയും ആ സർക്കാർ ഉത്തരവ് ഡിസംബർ 9 സർക്കാർ ഉത്തരവ് നടപ്പാക്കുകയും ചെയ്തു. അങ്ങനെ ആശാദേവി കോഴിക്കോട് DMO ആയി ചുമതലയേറ്റു. എന്നാൽ വീണ്ടും ഡോക്ടർ എൻ രാജേന്ദ്രൻ കോടതിയെ സമീപിച്ചു. ആ കോടതി സമീപിച്ചതിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. രാജേന്ദ്രന് DMO ആയി തുടരാം. അതായത് എന്താണോ ഉണ്ടായിരുന്നത്, ട്രൈബ്യൂണലിൻ്റെ സ്റ്റേ അതേപടി നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ കസേരക്കളി ഇവിടെ അവസാനിച്ചു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ ഡോക്ടർ രാജേന്ദ്രനോ അല്ലെങ്കിൽ ആശാദേവിയോ നിലവിൽ ഇവിടെ ഇല്ല. ഉടൻ തന്നെ അദ്ദേഹം ഇവിടെ എത്തി ചുമതല ഏറ്റെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഈ ഒരു പ്രശ്നത്തിന് ഇവിടെ പരിഹാരമായി എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഗോകുൽ.